ഇന്ന് ലോക വായനാ ദിനം. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. കുട്ടികൾ വായിച്ച് വളരട്ടെ, അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മളാണെങ്കിലും വായിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിന ആശംസകൾ. വായനാ ദിനമൊക്കെ ആയിട്ട് എവിടേക്കാണോ ഞങ്ങളുടെ യാത്ര എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. ദുബായിലെ ഒരു പുതിയൊരു സ്ഥലമാണിത്. അവിടേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം, അറിയുകയും ചെയ്യാം. അപ്പം എല്ലാവരും പോന്നോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദുബായിലൊരു പുതിയൊരു സ്ഥലമാണ്. 1 ബില്യൺ ദിർഹം ചിലവാക്കിയിട്ട് തുറന്നിട്ടുള്ള ഒരു പബ്ലിക് ലൈബ്രറി, മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയുടെ പുറത്തുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പുറം കാഴ്ചകളിലേക്കൊന്ന് കണ്ണോടിക്കാം. ഇത് കണ്ടോ, ഇവിടെ നല്ലൊരു ചെറിയൊരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ പാർക്കിംഗ് സ്പേസസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. ഫ്രീ എൻട്രിയാണ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിക്ക്. ബിലോ 5 years കിഡ്സ് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി 1 ബില്യൺ ദിർഹം, അതായത് 100 കോടി ദിർഹത്തിൽ ചെലവാക്കി ഉണ്ടാക്കിയതാണ്. ഇവിടുത്തെ സ്കൂട്ടേഴ്സ് അല്ല, സൈക്കിൾസ് അവൈലബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഓടിക്കാം. ഇത് തുറന്ന ഒരു പുസ്തകത്തിൻ്റെ ആകൃതിയിലാണ് ഈ ലൈബ്രറി ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളിതാ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് ടിക്കറ്റ് നോക്കിയിട്ടാണ് ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. 54,000 സ്ക്വയർ മീറ്ററിൽ 7 നിലകളിൽ 30 ഭാഷകളിലുള്ള 10 ലക്ഷം പുസ്തകങ്ങളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കപ്പോൾ ആദ്യം ഒന്ന് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ കറങ്ങിയടിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇത് ഫുൾ അറബിക് ബുക്സ് ആണ് കേട്ടോ. കൂടുതലായിട്ടും ഇവിടെ ഇരിക്കുന്നതെല്ലാം അറബിക് ബുക്സ് ആണ്. താഴത്ത് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ ഇരിക്കുന്നത്. ഇതാ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം കേട്ടോ. എൻജോയ് ദ എക്സ്പീരിയൻസ്. ഇതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ നമ്മൾ സ്പേസിലേക്ക് നമ്മൾ പോയില്ലെങ്കിലും നമുക്കൊരു സ്പേസിലേക്ക് പോയൊരു എക്സ്പീരിയൻസ് നമുക്ക് തരും. ആ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഈ പരിപാടി. നമുക്കാണെങ്കിലും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഓരോ പ്രാവശ്യം ഇതിൽ കയറി നിൽക്കുമ്പോഴും ഓരോ എക്സ്പീരിയൻസാണ്. ഇതിനു മുമ്പ് കാണിച്ച എക്സ്പീരിയൻസിൽ നമ്മൾ 2 ആസ്ട്രോണറ്റ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന പോസിലായിരുന്നു, UAE ആസ്ട്രോണറ്റ്സിൻ്റെ കൂടെ. അങ്ങനെ ഒരു വ്യത്യാസമായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇത്. കുട്ടികൾക്ക് മാത്രമേ, നമുക്കും ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഇതാ ഉള്ളിലിരുന്ന് വേണമെങ്കിൽ വായിക്കാൻ പറ്റിയൊരു റീഡിംഗ് റൂമുണ്ട്. ഇതാണ് 7 നിലകളിലാണെന്ന് പറഞ്ഞില്ലേ. ഇതാണ് ഓരോ നിലകളും നമുക്കിങ്ങനെ കാണാം. വായിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇവിടെ പോയി കഴിഞ്ഞാൽ വായിക്കുമെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്രയും കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്.
ഇതാ ജനറൽ ലൈബ്രറി. താഴെ തന്നെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. ഫുൾ കാർപ്പറ്റ്സ് ഒക്കെ വിരിച്ച് നമുക്ക് വളരെയധികം റിലാക്സ് ചെയ്തിരുന്ന് വായിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് എത്ര സമയം വേണമെങ്കിലും ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യാം. ഒരു ബുക്ക് എടുത്ത് സുഖമായി നമുക്ക് തന്നെ ഇരുന്ന് വായിക്കുവാനുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. ഇത് കണ്ടോ, വെള്ളത്തിൻ്റെ സൈഡിലിരുന്ന് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ അതിനുള്ള എക്സ്പീരിയൻസ് വരെ ഇവിടെ തരുന്നുണ്ട് കേട്ടോ. ഇത് ഫുൾ വെള്ളമാണ്. അതിൻ്റെ സൈഡിലുള്ള ഈ വരിയിലുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്കിരുന്ന് വായിക്കുകയും ചെയ്യാം. ഇതല്ലാതെ തൊട്ടപ്പുറത്ത് ഇഷ്ടംപോലെ സീറ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും സൗണ്ടോ ബഹളമോ ഒന്നുമില്ല, വായിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. ഇനി ഇവിടെ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. ഇവിടെ എത്തുമ്പോൾ വേറൊരു തരത്തിലുള്ള ആംബിയൻസും എക്സ്പീരിയൻസസുമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം ആർട്ട് റിലേറ്റഡ് ബുക്സ് ആണ് കേട്ടോ. ഇൻറ്റീരിയർ ഡെക്കറേഷനോ അതല്ലാതെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ എല്ലാം പറ്റിയ ഒരു മീഡിയ ആൻഡ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. അറിയാതെ തന്നെ നമ്മൾ ഇതുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ ബുക്ക് എടുത്ത് നമ്മൾ വായിച്ചു പോകും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, വേണമെങ്കിൽ ഗെയിമിംഗ് ലോഞ്ചും ഉണ്ട്. നമുക്കതിനുള്ളിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ റിലാക്സ് ചെയ്ത് ഗെയിം കളിക്കുന്നവർക്ക് ഗെയിമും കളിക്കാം. 9 ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തേക്കും പോവാം. ഇത് നമ്മളിപ്പോൾ കടന്നത് ജനറൽ ലൈബ്രറിയിലൂടെ വന്നിട്ട് മീഡിയ ആൻഡ് ആർട്ട് ലൈബ്രറിയിലൂടെ പുറത്തേക്ക് വന്നു കേട്ടോ. ഇനി അടുത്ത ലൈബ്രറിയിലേക്ക് പോവാം നമുക്ക്. അതിന് മുമ്പ് കണ്ടോ, ഇതാണ് ഇവിടെ എവിടെ നിന്നാലും കാഴ്ചകളാണ്. വായനയെ അറിയാതെ തന്നെ നമ്മളിത് ഇഷ്ടപ്പെട്ടു പോകും. ഇതാ കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും. 4th ഫ്ലോറിലേക്കും 6th ഫ്ലോറിലേക്കും മാത്രമേ ഇനി എൻട്രി ഉള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലെ ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഇതാ യൂത്ത് ലൈബ്രറി. വായിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഈ ലൈബ്രറിയിൽ കയറി കഴിഞ്ഞാൽ വായിക്കട്ടോ. അത്രയും അമേസിങ് ആയിട്ടുണ്ട് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ്. ഇത് യൂത്തിൻ്റെ താഴെയുള്ള ഒരു കിഡ്സ് ലൈബ്രറി പോലെ ചെയ്തിരിക്കുന്ന കണ്ടോ, കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കളർഫുള്ളായിട്ട് ഉള്ള ഒരു പ്ലേസാണ് താഴത്തുള്ളത് കേട്ടോ. യൂത്ത് ലൈബ്രറിയുടെ താഴെ ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാം, വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ കളിക്കാം. ബിലോ 5 years കിഡ്സ് അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഏരിയയിലേക്ക് അവർ അലൗ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ഇത് തുടക്കമായതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇതാ കണ്ടോ, ടെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് വായിക്കുന്ന പോലെ വായിക്കാം. അറിയാതെ വായിച്ചു പോകും. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കളിക്കണം എന്നുള്ള കളിക്കാം. ദാ റോബോട്ട് വരണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. ഇവിടെ ദാ കുട്ടികൾക്ക് കളിക്കാൻ കണ്ടോ, ചാടി ഓടി കളിക്കാൻ പറ്റിയ പ്ലേസ് വരെ ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രമേ കുട്ടികൾ അലൗഡ് ഉള്ളൂ. ഇനി പീരിയോഡിക്കൽസ് ആണ്. പീരിയോഡിക്കൽസ് പറഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സും ബാക്കിയുള്ളതുമൊക്കെ അവിടെ അവൈലബിൾ ആയിട്ട് കണ്ടു ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ. കുറേ അറബിക്കാണ് എനിക്ക് പീരിയോഡിക്കൽസ് കൂടുതലായിട്ട് ഇവിടെ ഫീൽ ചെയ്തത്. ഇനി മാപ്സ് ആൻഡ് അറ്റ്ലസ് ലൈബ്രറിയാണ്. ഇതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ട്രാവലിങ് ഇഷ്ടമുള്ളവർക്കായിട്ടുള്ള ഒരു പ്ലേസ് കൂടിയായിട്ടാണ് എനിക്ക് മാപ്സ് ലൈബ്രറി തോന്നിയത് കേട്ടോ. മാപ്സ് ആൻഡ് അറ്റ്ലസ് ഒരുപാട് മോട്ടിവേഷനായിട്ട് ട്രാവലേഴ്സിന് പറ്റിയ ഒരു പ്ലേസ് തന്നെയായിരുന്നു ഈ ലൈബ്രറി. ഒരുപാട് കൺട്രീസിനെ കുറിച്ച് പഠിക്കാനും നിങ്ങൾക്ക് എങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് പഠിക്കാനൊക്കെ ആയിട്ട്. ഇവിടുത്തെ വർക്കിംഗ് ലോഞ്ച് കണ്ടോ, അത് തന്നെ രസമായിട്ടില്ലേ. ഇങ്ങനെ എല്ലാവിടെയും നമ്മുടെ ചാർജ് ചെയ്യാനുള്ള പോർട്ടും അവിടെയുണ്ട്. അവിടുന്ന് ഇതാ താഴത്തേക്ക് ഇറങ്ങിയാൽ വേറൊരു രീതിയിലിരുന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് വായിക്കാം. ഇത് കണ്ടോ, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ലൈബ്രറി തന്നെയാണ് ഇത്. അറേഞ്ച്മെൻറ്റ്സ് കണ്ട് അറിയാതെ നമ്മൾ ബുക്ക് എടുത്ത് വായിക്കും. ഇനി ഞങ്ങൾ പോകുന്നത് 4th ഫ്ലോറിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കോൺഫറൻസ് റൂമാണ്. 6th ഫ്ലോറിലും കൂടി ഒന്ന് ജസ്റ്റ് പോകാൻ വിചാരിച്ചു. ഇതിൽ 500 പേര് ഇരിക്കാവുന്ന ഒരു തിയേറ്റർ ഉണ്ട്. 9 നിലകളിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ലിഫ്റ്റിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ഫ്ലോറും ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കാണാം. ഇതാണ് 6th ഫ്ലോറിലുള്ളത്. ഇവിടെ എമിറാറ്റീസിനുള്ളതാണ് മെയിനായിട്ട്. UAE റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സാണ് ഇവിടെ കൂടുതൽ കണ്ട്. അറബിക്കും ഇംഗ്ലീഷുമായിട്ടുള്ള ബുക്സ് ധാരാളമായിട്ട് ഇവിടെയുണ്ട്.
ഇത് 6th ഫ്ലോറിലുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ ഫ്ലോറിംഗ് ആവട്ടെ, ഫർണിച്ചർ ആവട്ടെ, നമ്മൾ വളരെ ക്ലോസി ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് വായിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്യാം. വേണ്ടോ, നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇപ്പം ഇനി ഇതാ നമ്മൾ താഴത്തേക്ക് പോവാണ് കേട്ടോ. ഇതിലെ ബാക്കി നിലകളിലും ബാക്കി പുസ്തകങ്ങളൊക്കെ അവർ ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ. 30 ഭാഷകളിലായിട്ടാണ് ഇവിടെ ബുക്സ് അവൈലബിൾ എന്ന് പറഞ്ഞു. ഇനി ഫുൾ ഓപ്പൺ ആയിട്ട് നമുക്ക് എഗെയിൻ ഒന്ന് വന്ന് നോക്കാം, നമ്മുടെ മലയാളമൊക്കെ ബുക്സ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ക്രീക്ക് സൈഡാണ് നമുക്ക് കാണുക. നല്ല ഓപ്പൺ ആയിട്ടുള്ളൊരു ക്രീക്ക് ഏരിയയാണ്. ഫ്രണ്ടിലാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇത് ബാക്ക് സൈഡാണ് ലൈബ്രറിയുടെ. കണ്ടോ, ലൈബ്രറി രാത്രി കാണാൻ എന്ത് രസമാണ്. ഇതാണ് ക്രീക്ക് സൈഡ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫെസ്റ്റിവൽ സിറ്റിയാണ് നേരെ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ. ഇവിടെ ഈ ലൈബ്രറി തുറന്ന പുസ്തകത്തിൻ്റെ ആകൃതിയിലാണെന്നാണ് പറഞ്ഞത്. കണ്ടോ, പുസ്തകം തുറന്നു വെച്ചതുപോലെ തന്നെ എനിക്ക് ഇത്ര ദൂരത്തുനിന്നേ കിട്ടുന്നുള്ളൂ. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ദുബായ് ഭരണാധികാരികളും എല്ലാവരും ദുബായിലുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കൂ. ബൈ.